അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൂടെ ഉള്ളത് കുറച്ച് നിങ്ങൾ ആരും കാണാത്ത കുറച്ച് ആൾക്കാരെ കാരണം ഇതൊക്കെ നമ്മളെ കൂട്ടുകാരന്മാർ തന്നെയാണ്, നാട്ടിലത്തെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ശാലു ഒന്ന് പരിചയപ്പെട്ടാ. എന്റെ പേര് ശാലു. പിന്നെ അടുത്താളെ അവിടെ തന്നെ പോയി. ഹായ് ഗൈസ്, ഐ ആം നബ്ഹാൻ. എൻ്റെ പേര് അജ്നാസ്. അജ്നാസന കുഞ്ഞാപ്പി മതി. പച്ചക്കറി കൊടുക്ക്. ഇവിടെ ഒരാളുണ്ട്, അസറുണ്ട്. അസറു. അപ്പൊ നമ്മള് 4 ആളും കൂടി ഇന്ന് ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ 5 ആളും കൂടി നമുക്ക് ഇവിടെ വണ്ടൂര് മാർക്കോ ജ്യൂസ് ഉണ്ട് പറഞ്ഞിട്ട് കുടിക്കാൻ വേണ്ടി പോവാണ്. കട്ടിയല്ലേ? കട്ട് ചെയ്യരുത്. ഇവരൊക്കെ നമ്മള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആട്ടോ, എല്ലാരും ഉണ്ട്. അസറും ഞാനും ഒരേ ഏജാണ്. ഇവര് നമ്മളെ താഴെയാണ്. ഷാലും കുഞ്ഞാ പറയട്ടെ ഷാലും കുഞ്ഞാപ്പി മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യാണ്. എന്ത് ചെയ്യണേ? ഓ റേഡിയോഗ്രാഫറാണ്, ഞാൻ ഫോട്ടോഗ്രാഫറാണ്. എല്ലാരും കുറച്ച് ബാക്ക് വെച്ചാൽ മതി. ഇതിപ്പോ എന്താണ് പറഞ്ഞേ? മറന്നു നബാനെ. നബാൻ റേഡിയോഗ്രാഫറാണ്, ഞാൻ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ അസറു ഇപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മറ്റൊരു രണ്ടാളും മെക്കാനിക് ഉണ്ടോ? അതെ. അപ്പൊ ആരും കല്യാണം കഴിച്ചില്ല. അസറുവിന് കല്യാണം നോക്കുന്നുണ്ട്. നല്ല കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും നമ്മള് അവിടെ എത്തിയിട്ട് അത് ഒരു വണ്ടി വന്നാണ് പുതിയ സംഭവം. ഇത്രയും വലിയ വണ്ടിന്റെ ബാറ്ററി ഇറങ്ങി എന്താ കാട്ട് റബ്ബേ? തള്ളാനും കൂടി പറ്റൂല. ശാലു എങ്ങോട്ടാ പോണേ? ഷാലുവിന്റെ ഷോപ്പിൽ പോണം. അവിടെ 2 ആൾക്കാരെ വണ്ടി ഉണ്ട്. അത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഷോപ്പ് കാണും. 2 ആൾക്കാര് വരുന്നുണ്ട്. അങ്ങനെ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ഉള്ള ആൾക്കാരട്ടോ, വൻ തിരക്കാണ്. അത് വാങ്ങാൻ വേണ്ടി കിട്ടാറില്ല. എന്നാലും കിട്ടിയിട്ട് ബാക്കി ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ബാക്കി കാണിക്കാം. പൈസ ഉണ്ണിമൂന്തനെ കാണാത്തവർ കണ്ടോളൂ. കാണിച്ചു ഉണ്ണിമൂന്തനെ. നമ്മളവിടെ കുഞ്ഞാപ്പി അവിടെ എന്താ 2 മാർക്കോ പറഞ്ഞേ. ഷാലു അനക്കെന്താ വേണ്ടി? ഏത് അസറുവിന് എന്താ വേണ്ടി? മാർക്കോ എന്താ വേണ്ടി? പറഞ്ഞോ? ഇതിലേതാ അടിപൊളി? ഇതേതാ ചെമ്മീനോ? ഇതോ എനിക്ക് വേണ്ടെന്നോ കൊടുക്കണേ? അയ്യോ ഏതാണ് കൊടുക്കടാ. നോമ്പായതുകൊണ്ട് നമ്മൾ തെരൊന്നും പറയാൻ പാടില്ല.
ടയറ് അല്ലെങ്കിൽ ഫുൾ ടൈം എന്താ പറയാ അല്ല അല്ലെങ്കിലും അറിയില്ല റമദാൻ മാസം ആയതുകൊണ്ട് തിരക്കടില്ല. അല്ലെങ്കിലും റമദാൻ മാസം എല്ലാം കണ്ടല്ലോ ഓൻ എന്തൊക്കെ പറയുന്ന പറഞ്ഞാൽ ബാംഗ്ലൂർ പോയി വന്നിന്റെ എല്ലാ ഗോളോന്റെ അടുത്തുണ്ട് ഒന്നും പറയണ്ട. മാർക്ക് കിട്ടുമ്പോ തന്നെ തൽക്കാലം എല്ലാം എന്തെങ്കിലും തരും. എന്തായാലും പൊലിവ്. അപ്പൊ നമ്മള് മാർക്ക് എത്തിക്കണ്ടോ? മാർക്ക് എത്തിക്കണേ. 2 മാർക്ക് ഉണ്ട് കേട്ടോ. ശാല എങ്ങനെയുണ്ട്? അവന്റെ മോനെ പോയി കിറങ്ങി കിറങ്ങി കണ്ടെന്ന് പറയട്ടെ. അടിപൊളി അടിപൊളി. ആ പൈപ്പ് അടഞ്ഞ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ഇത് കുടിച്ചു നോക്കാൻ പോണേ. നമ്മൾ ഇന്നലെ കുടിച്ചിനി, ഒന്നുകൂടി കുടിച്ചു നോക്കാം. ഇതിലെന്തൊക്കെ റബ്ബ് ഇട്ടുകണ്. ഇന്നലെ കുടിച്ചപ്പോ എത്ര അല്ലേനി. ഇതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകണ്. ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഇടുമ്പോ അത് മാറും. അതിന്റെ ക്ഷീണം മാറ്റാൻ നമ്മൾ 2 ബൂസ്റ്റ് ഇറങ്ങണിഞ്ഞ്. അപ്പൊ അതും കൂടി കുടിക്കാം. എങ്ങനെയുണ്ട് ബൂസ്റ്റ്? ചെയ്യാനുണ്ട്. അടിപൊളി. ഏതെനിക്ക് ഇഷ്ടമായത്? മാർക്കല്ല ഇത് പൊളിച്ചു. എന്താണ് അത് എന്താ ഇഷ്ടമായത്? ഇത് എരുള്ളായിട്ടാണോ? അത് എരിവ് പോയത് ഇപ്പോഴാണ്, മറ്റേ പേര് വരിക. അസറുവിന്റെ എന്താ അഭിപ്രായം? ഇപ്പൊ മഞ്ഞപ്പിത്തൊക്കെ മാറിയിട്ട് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അടുത്ത കേറാനുള്ള പരിപാടിയാണ്. മാർക്ക് പോരാ, മാർക്ക് പേര് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് എപ്പോഴും നമ്മളെ ഇനി ഇതിലെന്താ മനസ്സിലാക്കറിയോ? അതായത് നമ്മളെ നാട്ടുകാരെല്ലാം വയലൻസിനെ പ്രൊമോട്ട് ചെയ്യൂല. എപ്പോഴും ജാരികളുമായിട്ട് സൗഹൃദം നിലനിർത്തുന്ന ആൾക്കാർ. അതിനാണ് ബൂസ്റ്റ് കൊടുക്കുന്നത്. വല്ലാതെ സ്റ്റാൻഡേർഡ് ആവല്ലേ മോനെ? ബൂസ്റ്റ് മധുരാണ്. ബാംഗ്ലൂരിലത്തെ ബൂസ്റ്റ് ആണോ ഇവിടുത്തെ ബൂസ്റ്റ് ആണോ നല്ലത്? ഇവിടുത്തെ ബൂസ്റ്റാണ് ഇവിടുത്തെ ബൂസ്റ്റാണ് ടേസ്റ്റ്. അപ്പൊ ബാംഗ്ലൂർ പഠിച്ചാട്ടോ. ബാംഗ്ലൂർ പഠിച്ച് നല്ല, അതെ, ബാംഗ്ലൂർ വർക്ക് ചെയ്ത് പണിയൊക്കെ കളഞ്ഞ് പണിയൊക്കെ പോയി, ആ കലമ്പാക്കി പണിയൊക്കെ പോയി. അങ്ങനത്തെ ആളല്ലോ വെറുതെ പറയണേ. ഇത് പണിയില്ലാന്ന് ഇതാണ് നമ്മുടെ നാട്ടിലെ ഇവിടെ വാചന്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് 2 മാർക്കോയും 4 ബൂസ്റ്റും ബൂസ്റ്റ് കുലുക്കിയും 4 മാങ്ങയും കഴിച്ച്. അവിടെ തിരക്ക് എന്ന് പറഞ്ഞാല് ഒരു എന്തായാലും ഒരു +2 പഠിക്കുന്ന ചെക്കന്മാരാവില്ലേ കൂടുതല്. ആൾക്കാരനല്ലേ 10-21 10 കൊല്ലം മുമ്പാവും. 23-24 വയസ്സൊക്കെ. എന്താ വെച്ചാൽ ഇതൊക്കെ കാണുമ്പോ എന്താ വെച്ചാൽ നമ്മളെ നാട്ടില് ഇത്ര ആൾക്കാർ മാത്രമല്ല ഇടും. ഇപ്പൊ അവിടെ നാട്ടില് ഈ 4 ആൾക്കാരും പിന്നെ ഒരു മുസ്തഫ, ഒരു ഷാഹിദും അതിനുള്ളൂ. നമ്മളിപ്പോ ലോലൊക്കെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിലും അവനാ പ്രാരാബ്ദം വരുമ്പോ എല്ലാരും പോകാറില്ലേ, അതേപോലെ ആയി. ഇപ്പൊ ഓരൊക്കെ കാണുമ്പോ ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഓർമ്മ വരും. എല്ലാരും ഒരു സമയം കഴിഞ്ഞാല് ആരും നാട്ടിലായാലും എവിടെയായാലും ചെങ്ങന്മാരൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഒരു സമയം കഴിഞ്ഞാൽ പോകും. അതിലുള്ള കാര്യമാണ്. മാർക്കും വിചാരിച്ചത് നമ്മയില്ലേ, മാർക്കോ പടത്തിന് തമ്മിട്ടില്ല. അപ്പൊ എന്നാലും നമ്മള് തിരിച്ച് വീട്ടിൽ പോവാണ്. എന്താ അനക്ക് കുടിച്ചിട്ട് എന്താ ഇത് എല്ലാം പ്രത്യേകിച്ച് ഒന്നും ആയിട്ടില്ല. എന്താ ബൂസ്റ്റ് കുടിച്ചപ്പോ നമ്മള് പഴയ ഒരു ഫീൽ കിട്ടി. മാർക്ക് കുടിച്ചോണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയൊന്നുമില്ല. ബാംഗ്ലൂർ എനിക്ക് ബൂസ്റ്റ് ഓക്കെയാണ്. മാർക്കോ കുറച്ച് എരിവുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ പോരല്ലേ, എന്നാലും പോരാ. ഈ ഹൈപ്പിനൊന്നുമില്ല. ഇതിന്റെ ആട്ടിൽ അടിപൊളി നിലമ്പൂരുണ്ടോന്ന് ഷാലുവിന്റെ ഒരു ചെങ്ങായിന്റെ അടുത്തുണ്ട്, നല്ല രസമുള്ള മിന്റ് അങ്ങോട്ട് പോവാം. ഇത് പേരിനുള്ള മാർക്ക് വണ്ടൂരില്ല. കുഞ്ഞുമാനു അത് കുഴപ്പമില്ല. സെക്യൂരിറ്റി കാര്യം പറഞ്ഞ എന്താ പറയേ? അല്ല ഇപ്പൊ നമ്മളല്ല വൈബിലാണ്.
നല്ല vibe ലാ. വാങ്ങിയിട്ട് കുഞ്ഞാപ്പി പറയുന്നത് ഉറപ്പല്ലേ എന്നാ ഇവിടുന്ന് തന്നെ എന്നാ ഇവിടുന്ന് ഒരു വെള്ളം കുടിക്കാം. ആയിക്കോട്ടെ. ഞാൻ വെള്ളമായി കൊണ്ടുവരണം. ഞാൻ വെള്ളമായി കൊണ്ടുവരാം. കുടിച്ചിട്ട് ഞാൻ വെള്ളമായി കൊണ്ടുവരാം. അതിലുണ്ടോ ഇതിലുണ്ടാണ്ട് പൈസ അങ്ങനെയല്ല, ഇരുമ്പിട്ടല്ല, ഇതിലുണ്ടോ കടെ വെക്കണ്ട് സാധാരണ. ആ അല്ല, ബാൻഡേജ് മാത്രമേ ഉള്ളൂ. വെള്ളം പൈസ അറിയാൻ ബാങ്ക് ഉണ്ടാക്കി വന്നാണ്ട് എന്റെ കാർഡിലെ പൈസ ഞാൻ ATM അല്ല കാർഡ് എടുത്തില്ല. ഞാൻ ഇരുമ്പിട്ട പൈസ ഉണ്ടേ എനിക്കറിയാം. എന്തിനാണ് ഞങ്ങളൊരു കാര്യം പറയാനോ സെക്യൂരിറ്റി കേസ് വെള്ളം ഞാൻ സെറ്റാക്കി തരാം. അടിപൊളി കഥ എന്നാ പറയേ ഞാൻ ചെറുപ്പത്തിൽ അതല്ല ഞാൻ ശാലും ചെറുപ്പത്തില് ഈ സമയത്ത് എന്താണ് പെരുന്നാളെന്ന് ഓൽമിറ്റൊക്കെ സമയം. അപ്പോൾ ഞങ്ങൾ നിസ്കരിച്ചാൻ പോയി ഞാൻ ശാലും. അപ്പോൾ ഒരാളോട് നിസ്കരിക്കണ്ട്, കുറച്ച് പ്രായമുള്ള ആളാണ്. ഞാൻ ഈ നായനോട് പറഞ്ഞ് അയാളെ തോണ്ടണ്ട അതിന് സാല് പറഞ്ഞ് തോണ്ടിന് കുഴപ്പമൊന്നുമില്ല, ഇമാമായി നിസ്കരിച്ചാറ്. സാല് പോയി അവിടെ ഒറ്റ തോണ്ടില്ല. അയാൾ തിരിഞ്ഞാ നോക്കിക്കാണ്ട് എന്ത് ഒന്നുമില്ല നിങ്ങൾ നിസ്കരിച്ചോളി. മൂപ്പര നിസ്കാരം പോയി, ഞങ്ങളെ നിസ്കാരം പോയി, ആകെ അനുഭൂത്തായി. അത്രേ ഉള്ളൂ. സെക്യൂരിറ്റിന്റെ കാര്യം പറയും അല്ലല്ല സെക്യൂരിറ്റി ഉണ്ട് പറഞ്ഞ സെക്യൂരിറ്റി പറയാ പറഞ്ഞിട്ട് വെള്ളം വാങ്ങാൻ മുട്ടിക്കണേ. നമ്മളെ ഏത് ഗ്യാങ്ങിന്റെ കൂട്ടത്തിലുണ്ടോ ഇതേപോലെ കറക്റ്റ് കഥ പറഞ്ഞിട്ട് കഥ എങ്ങനെയാണോ അത് നമുക്ക് ഫീൽ ആവുന്ന രീതിക്ക് പറയുന്ന ഒരു ചെങ്ങായിട്ടോ അങ്ങനെ ആരെങ്കിലും ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യും. നമ്മളെ ഇതിലുള്ള ഒരാളാണ് സെക്യൂരിറ്റിന്റെ പറയേ ഇത് മറ്റേ സ്ക്രൂ ഡ്രൈവർ ഊരിയില്ലേ വെള്ളം കിട്ടില്ല. ഓറഞ്ചും കടയിൽ പോയി വെള്ളം കുപ്പി വെച്ച് എങ്ങനെ കിട്ടാനാ? ആകെ മാനം കിട്ടും മനസ്സോ. വീട്ടിൽ ഓറഞ്ചുണ്ട് ഒന്നും കിട്ടിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാം. അത് നാട്ടിലവിടെ പോയിട്ട്